بسم الله الرحمن الرحيم. قال رسول الله صلى الله عليه وسلم لا صدق إلا في نسل أو خف أو حافر. അമ്പയത്തിലോ കുതിരയോട്ടത്തിലോ ഒട്ടകോട്ടത്തിലോ അല്ലാതെ ബെറ്റുവെക്കാൻ പാടില്ല. ബെറ്റുവെക്കുക എന്നുള്ളത് സാധാരണ മനുഷ്യർക്കിടയിൽ നടക്കുന്നൊരു പരിപാടിയാണ്. ആരെങ്കിലും ജയിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും തോറ്റാൽ ഞാൻ ഇത്ര രൂപ തരാം, ഇത്ര രൂപ അല്ലെങ്കിൽ നീ തോറ്റാൽ ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞ് ബെറ്റുവെക്കുന്ന രീതിയുണ്ട്. മത്സരങ്ങൾ നടക്കുമ്പോൾ സാധാരണ ബെറ്റുവെക്കാറുണ്ട്. അത് ഇസ്ലാമിൽ ഹറാമാണ്. ബെറ്റുവെക്കാമെന്ന് പറഞ്ഞാൽ പോലും അതിന്റെ പ്രായശ്ചിത്തമായി ദാനം ചെയ്യണമെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അത് പറയുന്നത് പോലും തെറ്റാണ്. ബെറ്റുവെച്ച് അങ്ങനെ ഒരു സംഖ്യ കൊടുക്കുന്നതോ കൈപ്പറ്റുന്നതും തെറ്റാണ്. ബെറ്റുവെക്കാമെന്ന് പറയുന്ന വാക്കുപോലും തെറ്റാണ്. അങ്ങനെ പറഞ്ഞാൽ പോലും അതിന് ദാനം ചെയ്യണം, പ്രായശ്ചിത്തം ചെയ്യണം, സദഖ ചെയ്യണം. നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി പൈസയാകണമെന്നില്ല. ഞാൻ തോക്കുവാണെങ്കിൽ ഞാൻ തലമുണ്ടനം ചെയ്തുകൊണ്ട് കമ്മലിട്ട് നടക്കാം എന്നൊരാൾ പറഞ്ഞാൽ അതും തെറ്റാണ്, അതും ഹറാമാണ്. യാതൊരു രീതിയില്ല ബെറ്റുവെക്കലും ഇസ്ലാമിൽ പാടില്ല. 3 കാര്യത്തിൽ മാത്രമാണ് ബെറ്റ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഈ ഹദീസിൽ പറയുന്നത്. 1 അമ്പെയ്ത്ത് മത്സരമാണ്, അമ്പെയ്ത്തിൽ ബെറ്റുവെക്കാം. 2 കുതിരയോട്ടത്തിൽ ബെറ്റുവെക്കാം. 3 ഒട്ടക ഓട്ടത്തിൽ ബെറ്റുവെക്കാം. ഇത് 3 അനുവദിക്കപ്പെടാൻ തന്നെ കാരണം ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, യുദ്ധത്തിന് പ്രേരകമായ കാര്യങ്ങളായതുകൊണ്ടാണ് ഇത് 3 അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇതല്ലാത്ത ഒന്നിലും പാടില്ല. ഹനഫി മദ്ഹബ് അനുസരിച്ച് ഇത് 3 മാത്രം പരിമിതമാണ്. ഷാഫി മദ്ഹബിൽ യുദ്ധത്തിന് സഹായകമാകുന്ന മറ്റു കാര്യങ്ങളിലും പറ്റും. ഉദാഹരണത്തിന് വാൾപ്പയറ്റിലും ബെറ്റുവെക്കാം. അപ്പൊ യുദ്ധത്തിന് സഹായകമല്ലാത്തൊരു കാര്യത്തിൽ മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം ബെറ്റുവെക്കാൻ പാടില്ല. ആ ബെറ്റുവെച്ച് കിട്ടുന്ന ആ തുക, ആ സംഖ്യ അത് എടുക്കാനും പാടില്ല. അത് തെറ്റുമാണ്. ഇവിടെ വരാവുന്നൊരു സംശയം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒരിക്കൽ ബെറ്റുവെച്ചിട്ടുണ്ട്. അതിനെ പലരും ന്യായീകരിക്കാറുണ്ട്. അത് ശരിയല്ല. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു ബെറ്റുവെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് 2 സാമ്രാജ്യങ്ങളാണ്, റോമും പേർഷ്യയും. ഇവര് തമ്മിൽ പലപ്പോഴും മത്സരം നടക്കാറുണ്ട്. പലപ്പോഴും പ്രവാചകന്റെ കാലത്ത് നടന്നൊരു യുദ്ധത്തിൽ റോമ തോറ്റു, പേർഷ്യ ജയിച്ചു. അപ്പൊ മുസ്ലിമീങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന റോമിനെയാണ്. കാരണം റോമക്കാര് അഹ്ലി കിതാബികളാണ്, ഇഞ്ചീലിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ മുസ്ലിമീങ്ങളോട് കൂടുതൽ മതപരമായി യോജിപ്പുള്ളത് അവർക്കാണ്. പേർഷ്യക്കാര് ബഹുദൈവ വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പേർഷ്യയാണ്, മക്കയിലെ മുസ്ലിമീങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് റോമിനെയാണ്. ഇവിടെ തോറ്റിരിക്കുന്നത് റോമാണ്. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് വലിയ വിഷമമായി, റോമ തോറ്റല്ലോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത റോമ തോറ്റല്ലോ എന്ന് വിഷമമായി. അപ്പോഴാണ് ഖുർആനിൽ സൂറത്ത് റൂം അവതരിക്കുന്നത്. ഗുലിബത്ത് റൂം, റോമ ഇപ്പോൾ തോറ്റിട്ടുണ്ട്, പക്ഷെ അടുത്ത മത്സരത്തിൽ റോമ ജയിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മുശ്രിക്കുമായിട്ട് ബെറ്റുവെച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ ഖുർആനിൽ ഇപ്പോൾ റോമ തോറ്റെങ്കിലും അടുത്ത മത്സരത്തിൽ റോമ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാകും, നിനക്ക് വേണമെങ്കിൽ ബെറ്റുവെക്കാന്ന് പറഞ്ഞു. 3 വർഷത്തിനുള്ളിൽ റോമ ജയിച്ചില്ലെങ്കിൽ 6 ഒട്ടകം നിനക്ക് ഞാൻ തരും. റോമ ജയിച്ചാൽ നീ എനിക്കും തരണം. ഉബയ്യ് ഇബ്നു ഖലഫുമായിട്ട് ബെറ്റുവെച്ചു. ഈ വിവരം പ്രവാചകനെ വന്ന് അറിയിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഞാനും ഉബയ്യുമായിട്ട് ബെറ്റുവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ പറഞ്ഞത് ബിദ്അ സിനീൻ എന്നാണ്, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എന്നാണ് പറഞ്ഞത്. റോമ ജയിക്കുമെന്നാണ് പറഞ്ഞത്. ബിദ്അ എന്ന അറബി വാക്കിനർത്ഥം 9 വരെ ആകാം. അതുകൊണ്ട് 3 വർഷം എന്നുള്ളത് 9 വർഷമാക്കി കൂട്ടുക. 9 വർഷത്തിനുള്ളിൽ റോമ ജയിച്ചില്ലെങ്കിൽ ഞാൻ നിനക്ക് ഒട്ടകം തരാമെന്ന് ഉബയ്യനോട് പറയുക. ഒട്ടകം 6 എന്നുള്ളത് 100 ആക്കുക, 100 ഒട്ടകമാക്കി പറഞ്ഞു. ഏതായിരുന്നാലും റോമ ജയിച്ചു. ഖുർആൻ പറഞ്ഞ പോലെ റോമ ജയിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 100 ഒട്ടകം ഉബയ്യ് ഇബ്നു ഖലഫ് കൊടുക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ചൂതാട്ടം നിരോധിച്ചുകൊണ്ട് സൂറത്തുൽ മാഇദയിൽ ആയത്ത് അവതരിച്ചു. ബെറ്റുവെക്കുന്നത് ചൂതാട്ടമാണ്, അത് പാടില്ല എന്ന് ആയത്ത് അവതരിച്ചു. പിന്നീടാണത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബെറ്റുവെക്കുന്ന സമയത്ത് നിരോധിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ബെറ്റുവെക്കുന്നത്. നിരോധിക്കപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, ആ ഒട്ടകം നീ അനുഭവിക്കരുത്, തെറ്റാണ്. ദാനം ചെയ്യാൻ വേണ്ടി പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തനിക്ക് ബെറ്റുവെച്ച് കിട്ടിയ ഒട്ടകങ്ങൾ ദാനം ചെയ്യുകയും ചെയ്തു. ഇതാണ് സംഭവം ഉള്ളത്. ആ സംഭവം ഒരിക്കലും ബെറ്റുവെക്കുന്നതിന് തെളിവല്ല. ചൂതാട്ടം നിരോധിക്കപ്പെടുന്ന മുമ്പാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളുമായി ഒരുതരം മത്സരത്തിൽ മുസ്ലിമീങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.